ജോൺ 12 പറയുകയാണ് 44 മുതൽ 50 വചനങ്ങളിൽ Jesus cried out and said, "Whoever believes in me believes not only in me but also in the one who sent me." കണ്ടോ, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നെ മാത്രമല്ല വിശ്വസിക്കുന്നത്, എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നു. I came into the world as light so that everyone who believes in me might not remain in darkness. ഞാൻ ലോകത്തിന്റെ പ്രകാശമായി വന്നിരിക്കുന്നു, അതുകൊണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കില്ല. അതായത് പാപകരമായ അവസ്ഥയിൽ ആയിരിക്കില്ല. വിശ്വസിച്ചാ മതി, നീ ഒന്നും ചെയ്യണ്ട, വിശ്വസിച്ചാ മതി. If anyone hears my words and does not observe them, I do not condemn. എന്റെ ഈ കൽപ്പന കേട്ടിട്ട്, മനസ്സിലായോ? പഴയ നിയമമല്ല, ഞാൻ പറയണ അതാണ്. ഈശോ പറയണ എന്നെ കേൾക്കുക എന്ന് പറയുമ്പോ അർത്ഥം ഈ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നിയമത്തിന് വിപരീതമായ ഈ നിയമത്തെ കേൾക്കുന്നവർ, കേട്ടിട്ടും അതനുസരിക്കുന്നില്ലെങ്കിലും ഞാൻ അവരെ ശിക്ഷിക്കുന്നില്ല. For I did not come to condemn the world but to save the world. ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, മറിച്ച് രക്ഷിക്കാനാണ്. Whoever reject me and does not accept my words has something to judge him. കണ്ടോ, ആദ്യം പറഞ്ഞത് എന്നെ കേൾക്കുന്നവൻ അതനുസരിക്കുന്നില്ലെങ്കിലും ഞാൻ അവനെ വിധിക്കുന്നില്ല. പക്ഷേ എന്നെ തിരസ്കരിക്കുന്നവൻ, തിരസ്കരിക്കുകയും എന്റെ വചനം കേൾക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അവനെ തന്നെ വിധിക്കുന്നു. The word that I spoke, it will condemn him on the last day. അന്ത്യവിധി. അതായത് അതാണ് നരകാവസ്ഥ എന്ന് പറയുന്നത്. നരകാവസ്ഥ എന്ന് പറയുന്നത് ഇത്രയും കരുണാദ്രമായ യേശുവിന്റെ പീഠാനുഭവവും മരണവും ഉത്ഥാനത്തെയും ഒരാൾ തിരസ്കരിക്കുമ്പോൾ ആ വ്യക്തി തന്നെ നരകാവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇനി പറയാണ്, because I did not speak on my own, but the Father who sent me commanded me what to say and speak. അതായത് ഞാൻ പറയുന്നത് ഞാനല്ല പറയണത്, എന്റെ പിതാവ്, എന്നെ അയച്ച എന്റെ പിതാവ് കൽപ്പിക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഏതാണ് ഞാൻ ഈ പറയുന്നതെന്ന് പറയുന്നത്? ഈ പുതിയ കൽപ്പന. And I know that his command is eternal life. So what I say as the Father told me. അതിനാൽ ഞാൻ പറയുന്നു എന്റെ പിതാവ് നൽകിയ ആ കൽപ്പന, അതായത് ഈ പുതിയ കൽപ്പന നിത്യജീവനാണെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ നമ്മൾ ആ മത്തായി 5:20 ഒന്നുകൂടി വരാം. ഇപ്പൊ എളുപ്പം മനസ്സിലാവും. നിങ്ങളുടെ നീതി, എല്ലാവരും ഒന്ന് വായിച്ചേ. മത്തായി 5:20. നിങ്ങളുടെ നീതി ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതായത് നിയമജ്ഞരും ഫരിസേയരും ഈ 10 പ്രമാണങ്ങളെ കണിശമായി അനുഷ്ഠിക്കണം എന്ന് നിർബന്ധിക്കുന്നതാണ് അവരെ സംബന്ധിച്ച് ദൈവനീതി. അങ്ങനെ അനുഷ്ഠിക്കുന്നതിലൂടെ, ആ പ്രമാണം കൃത്യമായി പരിപാലിക്കുന്നതിലൂടെ നീതീകരിക്കപ്പെടുമെന്ന് അവർ വിശ്വസിക്കണം. അങ്ങനെ അവർ വിശ്വസിക്കുമ്പോൾ, ശ്രദ്ധിച്ചേ, നിങ്ങളിപ്പോ സംസാരിക്കില്ലേ? എന്താ ഞാൻ പറഞ്ഞത്? സംസാരിച്ച ആൾ കേട്ടോ? ഇപ്പോ അതാണ് സംസാരിച്ച ആളുടെ അവിടെ പ്രശ്നം. നിങ്ങൾ 10 പ്രമാണങ്ങളെ അക്ഷരം പ്രതി അനുഷ്ഠിക്കുന്നതാണ് നീതി എന്ന് ഉള്ള ബോധ്യമാണ് ഈ ഫരിസേയരുടെ നീതി. ക്ലിയർ? മനസ്സിലായോ? അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്?
അങ്ങനെ അവർ ആ പ്രമാണങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവർ രക്ഷിക്കപ്പെടുമെന്നോ നീതീകരിക്കപ്പെടുമെന്ന് അവർ വിശ്വസിക്കുമ്പോൾ പിന്നെ അവർ യേശുക്രിസ്തുവുമായിട്ട് ബന്ധമില്ല. യേശുക്രിസ്തുവുമായിട്ട് അതാണ് വചനം വരുന്നു. ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ പറയുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ പറയുന്നത്, പ്രമാണങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട് നിങ്ങൾ നീതീകരിക്കപ്പെടും എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ നിന്നും നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ, എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞേ, ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ വീണുപോകുകയും ചെയ്തിരിക്കുന്നു. ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി നീതീകരിക്കപ്പെടുമെന്ന്, നീതി ലഭിക്കുമെന്ന് പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. അപ്പൊ അവിടെ ഒരു കാത്തിരിപ്പിന്റെ ആവശ്യമുണ്ട്. ഇത് വിശ്വസിക്കുന്നു മാത്രമല്ല, അതാണ് പുലരിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരനെ പോലെ ഇസ്രായേലും കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. രാത്രിയിൽ ഡ്യൂട്ടി ചെയ്യുന്ന നൈറ്റ് ഡ്യൂട്ടിയിലെ നേഴ്സിനെ പോലെ കാത്തിരിക്കുന്നു. ശരിയല്ലേ? ഈ നേഴ്സ് പാതിരാകുമ്പോഴേ നോക്കാൻ തുടങ്ങും. ഇനി എത്ര മണിക്കാ ഡ്യൂട്ടി അവസാനിക്കണേ? 6 മണിക്കല്ലേ? പക്ഷെ നല്ല ഉറപ്പാണ് 6 മണിയാവുമ്പോ എന്റെ റിലീവർ വരും. അപ്പോ രാത്രി എന്നുള്ള വാക്കിന് അവിടെ അർത്ഥം അന്ധകാരത്തിൽ പാപകരമായ അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ രാത്രിയെ മാറ്റാൻ പറ്റുമോ? പക്ഷെ അവന് പ്രതീക്ഷിക്കണം. അവനെന്ത് പ്രതീക്ഷിക്കണം? ഏതുപോലെ പ്രതീക്ഷിക്കണം? തീർച്ചയായിട്ടും പ്രഭാതം. ഒന്ന് കൈവീശിയേ. ഇപ്പൊ രാത്രിയിൽ ഇരിക്കല്ലേ, കൈവീശിയേ. എന്താ പറയുന്നത്? പുലരിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരനെ പോലെ കർത്താവെ ഞങ്ങൾ കാത്തിരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി, അപ്പൊ ആ ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ തന്നെ നിരവധി സ്ഥലത്ത് പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിലെല്ലാം പറയുന്നത് ഈ നിയമത്തെ അനുഷ്ഠിക്കുന്നതിലൂടെ ഒരുവനും വിശുദ്ധീകരിക്കപ്പെടുകയോ നീതീകരിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. വിശുദ്ധീകരണം നമ്മൾക്ക് ലഭിക്കുന്നത് യേശുക്രിസ്തുവിലൂടെയുള്ള കൃപാവരത്തിലൂടെയാണ്. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഒന്ന് വിശ്വസിച്ചേ. പക്ഷെ നമുക്ക് പെട്ടെന്ന് അകത്തുണ്ടാകാവുന്ന ഒരു ടെൻഷൻ, അപ്പൊ ഈ പിള്ളേരോടൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പിന്നെ നിയമത്തെ ഒട്ടും ഗവനിക്കാതെ ഒരുപാട് പാപം ചെയ്യുമെന്നാണ് ഇല്ലേ? അതാണ് ഒരു ടെൻഷൻ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് നമ്മൾ ഈ കൃപാവരത്തിന്റെ അനുഭവത്തിലേക്ക് വരാത്തോണ്ടാണ്. അങ്ങനെ നിങ്ങളൊന്ന് വിശ്വസിച്ച് കൃപാവരത്തിന്റെ അനുഭവത്തിൽ വരുമ്പോൾ കൃപാവരം നമുക്ക് നൽകുന്നത് എന്താണ്? പാപം ചെയ്യാൻ പറ്റാത്ത ഒരു കരുത്താണ് നൽകുന്നത്. പാപം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എന്താണ് കൃപ? അപ്പൊ കൃപ എന്താണെന്ന് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞില്ലേ? കൃപ എന്നത് ദൈവീകത മാനുഷികതയിൽ ലയിക്കുന്നത്. അതിന് ഒരുപാട് മെത്തേഡുകളുണ്ട്. വചനത്തിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ. ഇന്നലത്തെ പോപ്പിന്റെ പ്രസംഗത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആ പോപ്പ് പറഞ്ഞത് മുഴുവനും പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രമേ നമ്മൾക്ക് കൃപ ലഭിക്കുകയുള്ളൂ എന്നാ പോപ്പ് പറയണേ. എന്നിട്ട് അതാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. അതാണ് പുതിയ റോം റിപ്പോർട്ട്സ്. ഞാൻ വായിച്ചുതരാം. He called on Christians to pray for Holy Spirit. It is the Holy Spirit which gives you grace. കൃപ. ആ പരിശുദ്ധാത്മാവിലൂടെ നമ്മളിൽ ഒഴുകുന്ന കൃപാവരത്തിന് വെള്ളത്തെ വീഞ്ഞാക്കിയ പോലെ നമ്മുടെ ജീവിതത്തെ രൂപാന്തരിക്കാൻ പറ്റും. അങ്ങനെ ഒരു രൂപാന്തരീകരണം ഉണ്ടായാൽ മാത്രമേ ഈ തോമ മാറുകയുള്ളൂ.
മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ദാ without Pope Francis talked about the power of the Holy Spirit and why prayer is at the very core of this grace. കണ്ടോ, നമ്മൾ പറഞ്ഞില്ലേ പ്രാർത്ഥനയെ കുറിച്ചൊക്കെ കുറെ. Without prayer there is no place for the Holy Spirit. As God sent us this gift, Lord give us Holy Spirit so that we may discern at all times what we have to do. This is not always one and the same thing. The message is this: the church moves forward, the church goes ahead with this surprise and with the changes of the Holy Spirit. പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത്. അപ്പൊ ഈ ഇപ്പൊ നമ്മൾ ആ ഗലാത്യ ലേഖനത്തിന്റെ അവസാനം കേട്ടില്ലേ, ഞങ്ങളാകട്ടെ വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവിൽ കാത്തിരിക്കണം. അതായത് നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധീകരണവും നീതീകരണവും മഹത്വീകരണവും ശക്തീകരണവും 4 കാര്യങ്ങളാണ് നടക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ. പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവമക്കളാണ്. ഇവിടെ ഞാൻ ആടിയാണെങ്കിൽ കൽപ്പനകളാൽ നയിക്കപ്പെടുന്നവർ ആരാ? ഫരിസേയരും നിയമജ്ഞരും. അവർ അല്ലെങ്കിൽ ഏതൊരു വ്യക്തി കൽപ്പനകളാൽ നയിക്കപ്പെടുന്നു, അവൻ ഒരു അടിമയാണ്. അവൻ ദൈവത്തിന്റെ മകനാവുന്നില്ല. നമ്മൾ ആരായിരിക്കുന്നു? നമ്മൾ പണ്ട് അടിമകളായിരുന്നിരിക്കാം. നിയമത്തെ മാത്രം മുടിക്കപ്പിടിച്ചു. അതായത് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ വീട്ടിലൊരു വേലക്കാരുണ്ട്, അവന് നമ്മൾ പറയണു, ദേ നീ രാവിലെ ഇന്നതൊക്കെ ചെയ്യണം, എന്നാലേ നിനക്ക് ശമ്പളം ഉള്ളൂ. അവൻ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ശമ്പളം കൊടുക്കുക നമ്മൾ. അതാണ് നിയമം. മഹത്വീകരണം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയിലും ഇപ്പോഴുള്ള പങ്കാളിത്തം. ഈശോ മഹത്വീകരിക്കപ്പെട്ടല്ലോ, അതാണ് ഈ പറയണത്. മഹത്വീകരണം ആയ ഈശോ എന്ന് പറയണത്, ഈശോ ഉത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് ചെന്നില്ലേ, ആ ഈശോ വീണ്ടും വരുമോ ഇല്ലയോ? ആ വീണ്ടും വരുന്ന ഈശോ തന്നെയല്ലേ ഇവിടെ ഇപ്പൊ വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കണേ. അപ്പൊ വിശുദ്ധ കുർബാനയിൽ നമ്മൾ സ്വീകരിക്കുന്നത് ഏത് ഈശോയാണ്? മരിച്ച് ഉയർത്ത് അന്ത്യദിനത്തിൽ വീണ്ടും വരുന്ന ഈശോ ആണ്. അപ്പൊ വിശുദ്ധ കുർബാനയിൽ നമുക്ക് എന്ത് ലഭിക്കുന്നു? ഈ അന്ത്യദിനത്തിൽ നമുക്ക് കിട്ടാനിരിക്കുന്ന മഹത്വത്തെ ഇവിടെ മുൻകൂറായി നമുക്ക് രാജ്യത്തിലുള്ള ചോദമണി കർത്താവ് രക്തം സ്വീകരിക്കാൻ നമ്മൾ കാണിക്കുന്നു എന്ന് പറയണതിന്റെ യഥാർത്ഥ അർത്ഥം സ്വർഗരാജ്യത്തിലുള്ള, അതായത് വരാനിരിക്കുന്ന അന്ത്യദിനത്തിലും അതിനുശേഷമുള്ള പുതിയ ആകാശവും പുതിയ ഭൂമിയിൽ, അതാണ് സ്വർഗരാജ്യത്തിന്റെ ഏറ്റവും മഹോന്നതമായ അവസ്ഥ. സങ്കീർത്തനം 45 പാടുന്നത് ഇങ്ങനെയാണ്: രാജകുമാരി സ്വർണ്ണക്കശം ഉടയാട ചാർത്തി അന്തഃപുരത്തിൽ ഇരിക്കുന്നു. ആരാണ് ഈ രാജകുമാരി? സഭയാണ്, നമ്മളാണ്. എന്താണ് ഈ അന്തഃപുരത്തിലിരിക്കണമെന്ന്? വർണ്ണശബളമായ അങ്കിയണിച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. ഇതാണ് അന്ത്യവിധി സമയത്ത് നടക്കാൻ പോകുന്നത്. നമ്മൾ അന്ത്യവിധിയെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്താണ് അന്ത്യവിധി? പെട്ടെന്ന് ഞാൻ അന്ത്യവിധിയിലേക്ക് പോയി ഈ മഹത്വത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട്. അന്ത്യവിധിയെക്കുറിച്ച് പരിശുദ്ധ പിതാവ് തന്നെ പറഞ്ഞതാണ്, നമ്മൾ ഭയപ്പെടാത്തത് അന്ത്യവിധിയെക്കുറിച്ച് വളരെ മനോഹരവും സന്തോഷവുമായ വിജയമായിട്ടുള്ള ഒരവസ്ഥയെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. കാരണം നമുക്ക് 2 അഡ്വക്കേറ്റുമാര് നമുക്ക് അനുകൂലമായി വാദിക്കാൻ അന്ത്യവിധി സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാവും. അതാരെല്ലാമാണ്? യേശുവും പരിശുദ്ധാത്മാവും. ഇപ്പോ എന്റെ അന്ത്യവിധി നടക്കാൻ പോവുകയാണ്. ഓക്കെ, എന്റെ പേര് വിളിക്കപ്പെട്ടിരിക്കുന്നു.
തോമസ് പോൾ കൊടിയൻ. യെസ്, ഞാൻ വന്നു. ഇതാ ഞാൻ. ഉടനെ എന്റെ 2 അഡ്വക്കേറ്റുമാര് ഓടി വരും. അഡ്വക്കേറ്റ് നമ്പർ 1 ജീസസ് ക്രൈസ്റ്റ് വന്നിട്ട് പറയാണ്, മൈ ലോർഡ്, ഈ തോമസ് പോളും മഹാപാപിയായിരുന്നു, എന്നാൽ അവന്റെ സകല പാപങ്ങളും ഞാൻ കുരിശിൽ ഏറ്റെടുത്തു എന്ന് അവൻ വിശ്വസിച്ചു. അതുകൊണ്ട് ഞാൻ കുരിശിൽ അവന് വേണ്ടി പരിഹാരം ചെയ്തതിന്റെ എല്ലാ യോഗ്യതകളും അവന് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവനെ അങ്ങ് നീതിയുടെ വെള്ളവസ്ത്രം അണിയിച്ചുകൊണ്ട് രാജസന്നിധിയിലേക്ക് സ്വീകരിച്ചാലും. ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? 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 ഉണ്ടെങ്കിൽ പറയും. ഇത് പറഞ്ഞ് കഴിയണേക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് ഓടി വന്നിട്ട് പറയാണ്, ഈ തോമസ് പോള് ജീവിച്ചിരുന്ന കാലത്ത് അനേകം ആത്മാക്കളെ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളിലൂടെയും ദൈവവചന പ്രഘോഷത്തിലൂടെയും ധൈര്യമായിട്ട് പ്രഘോഷിച്ചതിനാൽ സ്വർഗരാജ്യത്തിനു വേണ്ടിയും ലോകത്തിനു വേണ്ടിയും ധാരാളം നന്മ ചെയ്തിരിക്കുന്നതിനാലും അനേകം ആത്മാക്കളെ സ്വർഗത്തിൽ കൊണ്ടുവന്നിരിക്കുന്നതിനാലും ഇവനെ ഒരു സ്വർണ്ണ മെഡലും ഒരു കിരീടവും അണിയിച്ച് അകത്തേക്ക് പ്രവേശിച്ചാലും. പ്രൈസ് ദ ലോർഡ്. ഇപ്പൊ എല്ലാവരും കൂടി കൈയടിക്കണു. ആരും കൈയടിക്കണില്ല. കാരണം നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമാവണില്ല. ഇത്ര എളുപ്പമാണോ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ? ഇല്ലേ? ഞാൻ ഓൾറെഡി ആ അവസ്ഥയിലാണെന്നുള്ളൊരു അവസ്ഥയിലാണ് ഞാനിവിടെ ജീവിക്കണേ. ഇപ്പൊ മരിക്കുകയാണെങ്കിൽ എന്നെ ഇപ്പൊ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. ഇങ്ങനെ ഇത്രയും കഴിഞ്ഞതോടുകൂടി ഒരു മാലാഖാ വൃന്ദം മുഴുവനും എന്റെ ചുറ്റും വന്ന് ആ ഒരു പാട്ടുപാടി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് ഈ സങ്കീർത്തനം, രാജകുമാരി സ്വർണ്ണക്കശ ഉടയാട ചാർത്തി അന്തഃപുരത്തിൽ ഇരിക്കുന്നു, വർണ്ണശബളമായ അങ്കി അണിയിച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. സന്തോഷമായോ? സന്തോഷമായോ? നിങ്ങളിത് വിശ്വസിക്കുന്നുവോ? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധി ഇല്ല. എന്റെ ശരീരം ഭക്ഷിക്കും, രക്തം പാനം ചെയ്യും, മാനവനിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി, വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും, നിത്യായുസ്സവനേകും ഞാൻ, ഏകം നാഥനരുൾ ചെയ്തു. ഇതാണ് നമ്മുടെ വിശ്വാസം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ യേശുക്രിസ്തു നമുക്ക് എന്തെല്ലാം ചെയ്തുവോ അതെല്ലാം നമ്മളുമായിട്ട് ഒന്നാകുന്നു. നമ്മൾ എത്ര വലിയ പാപിയായാലും നമ്മളെ ആ പാപം മുഴുവനും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ പൂർണ്ണമായി മാറ്റപ്പെടുന്നു. കാരണം യേശുക്രിസ്തു പരിഹാരം ചെയ്തത് നമ്മുടെ പാപത്തിനും പാപത്തിന്റെ ശിക്ഷയ്ക്കും പാപം മൂലമുണ്ടാകാവുന്ന എല്ലാ ശാപത്തിനുമാണ്. ഗലാത്തി 3:13 ഒന്ന് വായിച്ചേ. ഗലാത്തി 3:13. ഇനി മേലിൽ ഈ ശാപത്തെക്കുറിച്ചോ പാപത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചോ നിങ്ങൾ ഓർത്ത് നിരാശപ്പെടുകയോ, അത് വിശ്വാസിയുടെ ലക്ഷണമല്ല. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന് കഴമ്പില്ല. അതുകൊണ്ടാണ് പാപം നമ്മളെ വിട്ടുപോകാത്തത്. നിന്റെ വിശ്വാസം പോലെ നിനക്ക് സംഭവിക്കട്ടെ. നമ്മളിപ്പോഴും വിശ്വസിക്കുകയാണ്, ആ പൂർവ്വപിതാക്കന്മാരുടെ പൂർവ്വശാപമാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് പറയുന്നവൻ സത്യമായിട്ടും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല. മനസ്സിലാവുണ്ടോ? അർത്ഥം മനസ്സിലായോ?
യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവനിൽ സകല ശാപവും പാപവും യേശുക്രിസ്തു എടുത്ത് ഇരിക്കുന്നതിന്റെ അനുഭവം ഉണ്ടാകണം. അതില്ലാത്തത് എന്തുകൊണ്ട്? അവൻ ശാപത്തിലും പാപത്തിലും പാപത്തിന്റെ പരിണതഫലങ്ങളിലും ഇനിയും വിശ്വസിക്കുകയാണ്. പക്ഷെ മാമോദിസ സ്വീകരിച്ച ആളാണ് എങ്കിൽ അവൻ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധം അവൻ തന്നെ വിച്ഛേദിക്കുകയാണ്. ഷോക്കടിച്ചോ? എന്ന് വായിച്ചേ. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. ഒന്നെല്ലാവരും ഒന്ന് ഏറ്റുപറഞ്ഞ് ഈ വചനം ഗലാത്യ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 13-ാമത്തെ വചനം ഉച്ചസ്വരത്തിൽ ഏറ്റവും ശബ്ദമുയർത്തി ഒന്ന് ഏറ്റുപറഞ്ഞ് ലോകം മുഴുവനും ഇത് കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ക്രിസ്തു നമ്മെ പ്രതി വായിച്ചോ ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. തുടർന്ന് എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അപ്പോ മരത്തിൽ തൂക്കിയത് എന്തുകൊണ്ടാണ്? മരത്തിൽ തൂക്കിയത് ശപിക്കപ്പെട്ടവനായതുകൊണ്ടാണ്. എന്താണ് ശാപം? നിയമത്തിന്റെയും നിയമം മൂലമുണ്ടാകുന്ന ശിക്ഷയുടെയും ശാപം യേശു ഏറ്റെടുത്തു. ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മളുടെ മകൻ, ആ ഭാഗം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഇവിടെ ആദ്യത്തെ ദിവസം പറഞ്ഞില്ലേ, നിങ്ങളുടെ അമ്മമാരെത്ര പേരിൻ്റെ ഇവിടെ നിന്ന് കൈപൊക്കിയേ? ഓക്കെ, അമ്മമാര് നിങ്ങളും ചിന്തിച്ചോ, നിങ്ങളുടെ മകൻ നല്ല മിടുക്കൻ തങ്കക്കുട്ടൻ, സാധാരണഗതിയിൽ അവൻ ഒരു കുഴപ്പമില്ല, പക്ഷെ അവൻ ഒരു തലതെറിച്ച കാര്യം ചെയ്തു, ഒരു തെറ്റ് ചെയ്തു, അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു, അവൻ ജയിലിലാണ്. എന്താ അമ്മയുടെ പ്രയാസം? അമ്മയ്ക്ക് പ്രയാസമാവോ ഇല്ലയോ? അവൻ മോനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയെന്ന് കേട്ട ഉടനെ അമ്മ തലചിറ്റി വീഴും. അവിടെ അമ്മ കിടന്ന് കരയാണ്, അയ്യോ എന്റെ മോനെ എങ്ങനെയെങ്കിലും വേഗം ഇറക്കി കൊണ്ടുവരണേ. അപ്പം പറയാണ് അവൻ കൊള്ളരായത്തരല്ലേ ചെയ്തത്. നാലാളും പറയാൻ അവൻ തെറ്റ് ചെയ്തു, അതുകൊണ്ട് അവന് ശിക്ഷ കിട്ടും. അയ്യോ എന്റെ മോനെ ശിക്ഷിക്കരുതേ ഇല്ലേ? ഇനി അമ്മമാരെ നിങ്ങളിൽ എത്ര പേര് ഇത് പറയുന്നു? എന്റെ മോനെ ശിക്ഷിക്കാതെ, അവൻ എന്ത് തെറ്റ് ചെയ്താലും അവന് വേണമെങ്കിൽ ശിക്ഷയോ അതിന്റെ പിഴയോ ഞാൻ വേണമെങ്കിൽ അടച്ചോളാം, എന്റെ മോനെ വെറുതെ വിടണേ എന്ന അഭിപ്രായമുള്ള അമ്മമാരെന്ന് കൈപൊക്കിയേ. ഇതാണ് ദൈവനീതി. ഇനി അവനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഇത് ചെയ്യരുത്. അവനൊന്ന് പഠിക്കട്ടെ, അവനവിടെ ശിക്ഷ കിട്ടട്ടെ. തെറ്റ് ചെയ്യുന്നവന് ശിക്ഷ കിട്ടണം, ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണം. അങ്ങനെ അഭിപ്രായമുള്ള അമ്മമാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയേ. അവിടെ ഒരു അമ്മ കൈപൊക്കുന്നുണ്ട്. അപ്പോ ഈ അമ്മ പഴയ നിയമത്തിലെ അമ്മയാണ്. അതാണ് പഴയ നിയമം എന്ന് പറയുന്നത്. കണ്ടോ? ഇപ്പൊ ഇത്രയും നേരവും വചനം പറഞ്ഞതെല്ലാം എന്താ മനസ്സിലായേ? ഇതാണ് നമ്മുടെ പ്രശ്നം. ഇതിപ്പോ അമ്മ സത്യം പറഞ്ഞതുകൊണ്ടാണ്. ചിലപ്പോ നിങ്ങളിൽ പലരും ഇതൊരു തരികട ചോദ്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് മനഃപൂർവ്വം കൈ പൊക്കിയിട്ടില്ല. കാരണം ആദ്യം കുറെ പേര് കൈപൊക്കി, ചിലർ കൈപൊക്കിയില്ല, രണ്ടാമത് ആരും കൈപൊക്കിയില്ല. അപ്പൊ ആരോ ഇതിനകത്ത് കൈപൊക്കാത്തവരുണ്ട്. മനസ്സിലായ? കുറച്ചു പേര് അമ്മമാരെത്ര കുറെ പേര് കൈപൊക്കി. അത് കഴിഞ്ഞ് ഇവരെ ശിക്ഷിക്കണ്ടെന്ന് പറഞ്ഞവര് കൈപൊക്കാന്ന് ഇപ്പൊ പകുതി പേരെ കൈപൊക്കിയുള്ളൂ. ശിക്ഷിക്കണം എന്ന് പറയുമ്പോൾ ആരും ഒരു അമ്മയെ പൊക്കിയുള്ളൂ. ആത്മാർത്ഥമായിട്ട് കാര്യം പറഞ്ഞു. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഇത് ദൈവരാജ്യത്തിനെതിരാണിത്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിനെതിരാണിത്. ഈ അമ്മ പറഞ്ഞു, അയ്യോ എന്റെ മോനെ എന്ത് ചെയ്താലും ശിക്ഷിക്കരുത്. അപ്പൊ അപ്പം പറയാണ്, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നടക്കൊന്നുമില്ല, അവിടെ 2 ലക്ഷം രൂപയെങ്കിലും കെട്ടിവെക്കാണ്ട് അവനെ ഇറക്കിക്കൊണ്ടുവരാൻ പറ്റുമൊന്നുമില്ല. 2 അല്ല 3 ലക്ഷം ആയാലും എന്റെ താലിമാല കൊണ്ടുപോയി വിറ്റാണെങ്കിലും അവനെ കെട്ടിവെക്ക എന്ത് വേണമെങ്കിലും. അതാണ് മോചനദ്രവ്യം എന്ന് പറയുന്നത്. എന്താണത്? മോചനദ്രവ്യം. യേശുവിനെ നമ്മുടെ പിതാവായ ദൈവം
എന്തായിട്ടാണ് അയച്ചത്? മോചനദ്രവ്യമായിട്ട് അയച്ചു. എന്തിനാ മോചനദ്രവ്യം? ശിക്ഷിക്കാനാണെങ്കിൽ പിന്നെ മോചനദ്രവ്യം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ശിക്ഷിക്കാനാണെങ്കിൽ മോചനദ്രവ്യത്തിന്റെ ആവശ്യമുണ്ടോ? മോചനദ്രവ്യം കൊടുക്കണത് എന്തിനാ? വെറുതെ വിടാൻ വേണ്ടിയല്ലേ? പിഴയടക്കുകയാണ്. പിഴയടച്ചു കഴിയുമ്പോ അവനെ ശിക്ഷിക്കാതെ വെറുതെ വിടുകയാണ് ചെയ്തത്. ഇപ്പൊ മനസ്സിലായോ മോചനദ്രവ്യം? അമ്മച്ചി മനസ്സിലായോ? അമ്മച്ചി മോചനദ്രവ്യം എന്തിനാ കൊടുത്തത്? മോചനദ്രവ്യം കൊടുത്തത് എന്റെ മക്കളെ അവര് തെറ്റ് ചെയ്തു പോയി. ഇനി അതിന്റെ ലോജിക്ക് എന്താ? എന്തുകൊണ്ട് അവൻ തെറ്റ് ചെയ്തു? അവനിൽ പാപമുണ്ടായിട്ട്. എങ്ങനെ അവനിൽ പാപം വന്നു? എങ്ങനെ അവനിൽ പാപം വന്നു? പറഞ്ഞ ഉച്ചത്തിൽ പറഞ്ഞേ. ആദവും ഹവ്വയും ചെയ്ത പാപം മൂലം. ആദവും ഹവ്വയും ചെയ്ത ആ ഉത്ഭവപാപം ഇപ്പോഴും അവനിൽ സ്വാധീനം പുലർത്തുന്നത് അവന്റെ കുറ്റമാണോ? പറയും. അതാണ് ഈശോ പറഞ്ഞത്, അണലിപ്പാമ്പിൻ പൈതങ്ങളെ നിങ്ങൾ എപ്പടി നന്മ ചെയ്യ മുടിയും? നിങ്ങളിൽ തന്നെ വിഷം ഉണ്ടായിരിക്കെ നിങ്ങൾക്ക് എങ്ങനെ നന്മ ചെയ്യാൻ പറ്റും? അപ്പൊ ഈ പാമ്പും കുഞ്ഞിന്റെ അകത്ത് വിഷമുള്ളത് പാമ്പും കുഞ്ഞിന്റെ കുറ്റമാണോ? പാമ്പും കുഞ്ഞിന്റെ അകത്ത് വിഷമുള്ളത് പാമ്പും കുഞ്ഞിന്റെ കുറ്റമാണോ? പറയും. ഒന്ന് ശരിക്കും പറഞ്ഞേ. പാമ്പും കുഞ്ഞിന്റെ അകത്ത് വിഷമുള്ളത് പാമ്പും കുഞ്ഞിന്റെ കുറ്റമാണോ? അത് പൈതൃകമായിട്ട് പാമ്പും കുഞ്ഞിന്റെ അകത്തുള്ളതാണ്. ഇനി എന്ത് ചെയ്യണം? ആ വിഷസഞ്ചി ആരെങ്കിലും എടുത്തു മാറ്റണം. അതാണ് രക്ഷ എന്ന് പറയുന്നത്. ആ വിഷസഞ്ചി, നമ്മളിലുള്ള വിഷസഞ്ചിയെ നമുക്ക് സ്വയം എടുത്തു മാറ്റാൻ പറ്റുമോ? അതെടുത്ത് മാറ്റാനാണ് കർത്താവ് ഈശോ മിശിഹ വന്നത്. ആ വിഷസഞ്ചി കർത്താവ് എടുത്ത് മാറ്റിയിട്ട് ആ വിഷം കർത്താവിന്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ സ്വതന്ത്രമാക്കിയിരിക്കുന്നു. സിങ്കാവുന്നുണ്ട് ഇല്ലേ? ഇപ്പൊ സിങ്കാവുന്നുണ്ടല്ലോ ഈ ആശയം. മനസ്സിലാവുന്നുണ്ടല്ലോ? പ്രൈസ് ദി ലോർഡ്. ഇതാണ് സുവിശേഷം. അപ്പോ ഫരിസേയരും നിയമജ്ഞരും സിനഗോഗുകളിൽ പഠിപ്പിച്ചിരുന്നത് നിങ്ങൾ ഭയങ്കര തെറ്റാണ് ചെയ്യണത്, ഇങ്ങനെ തെറ്റ് ചെയ്യുന്നതിന് ഇന്ന ശിക്ഷയാണ്, ഇന്നത് ചെയ്യണേ ഇന്ന ശിക്ഷയാണ്. മനസ്സിലായിട്ടില്ലേ? സംഖ്യയുടെ പുസ്തകത്തിൽ വിറക് പറക്കാൻ പോയവനെ കല്ലെറിഞ്ഞ് കൊന്നു. അപ്പൊ ആ വചനം പറയാൻ, സംഖ്യയുടെ പുസ്തകത്തില് സാബത്ത് ദിവസം വിറക് പറക്കിയെന്ന് പറഞ്ഞിട്ട് അവനെ കൊന്നു കല്ലെറിഞ്ഞ്. കാരണം അതാണ് ആ നിയമം. അതുകൊണ്ടാണ് ഈശോ സാബത്ത് ദിവസം എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇവരെ ഭയങ്കരമായിട്ട് പ്രയാസപ്പെട്ടിരുന്നു. നിനക്ക് 6 ദിവസങ്ങൾ വേറെ ഉണ്ടായിട്ട് ഈ സാബത്ത് ദിവസമേ നിനക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. സാബത്തിന്റെ നിയമം അനുസരിച്ച് കട്ടിലെടുക്കുന്നത് മനയാണ്, തെറ്റാണ്. അത്രയ്ക്ക് കട്ടിലെടുക്കണതിലല്ല, സാബത്ത് ലംഘിച്ചത് കൊണ്ട് സാബത്ത് ലംഘിക്കണവന് വലിയ ശിക്ഷയാണ്. കല്ലെറിഞ്ഞ് കൊല്ലുന്നത് വരെ ശിക്ഷയാണ് സാബത്ത് ലംഘിക്കണതിന്. അങ്ങനെ കേട്ടുകൊണ്ട് ഇവരാകെ വിറച്ചിരിക്കുകയാണ്. ദൈവമേ, സാബത്ത് ദിവസം അല്ലെങ്കിൽ അത് ചെയ്ത എങ്ങനെ ഇതിൽ നിന്ന്, എങ്ങനെ ഈ ശിക്ഷയിൽ നിന്ന്, എങ്ങനെ ഈ നിയമത്തിനെ സ്വന്തം അധ്വാനം കൊണ്ട് പാലിക്കാൻ പറ്റും? അപ്പോഴാണ് കർത്താവ് ഈശോ മിശിഹ അതേ സിനഗോഗിൽ വന്നു. അതാണ് പറയുന്നത്, അവൻ അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു എന്ന്. അവൻ അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ വായിച്ചാൽ പോരാ. അവൻ പബ്ലിക് മൈതാനത്തിൽ പഠിപ്പിച്ചതും സിനഗോഗിൽ പഠിപ്പിച്ചതായിട്ട് വ്യത്യാസമില്ലേ? സിനഗോഗിൽ ആരാ പഠിപ്പിക്കുന്നത്? ഫരിസേയരും നിയമജ്ഞരും. യഹൂദ പാരമ്പര്യമനുസരിച്ച് ഫരിസേയരുടെ നിയമമാണ് അവിടെ പഠിപ്പിക്കുന്നത്. ആ നിയമം പഠിപ്പിച്ചുകൊണ്ടിരിക്കെ യേശു സിനഗോഗിൽ വന്നിട്ട് പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിച്ചതാണ്, നിങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും, ഈ പാപത്തിന്റെയും നിയമത്തിന്റെയും അതിന്റെ ശാപത്തിന്റെയും ഭാരം ചുമക്കുന്ന നിങ്ങൾ എൻ്റെ അടുത്ത് വരുവിൻ, ഞാൻ ആ ഭാരം ഏറ്റെടുത്തോളാം. ഞാൻ നിങ്ങളുടെ പാപം ഏറ്റെടുക്കാം, ഞാൻ നിങ്ങളുടെ ശാപം ഏറ്റെടുക്കാം, ഞാൻ അതിന്റെ ശിക്ഷയും ഏറ്റെടുക്കാം. അതിനാണ് ഞാൻ വന്നേക്കണേ. ടീച്ചിങ്ങിൽ വ്യത്യാസം കണ്ടോ? ഉടനെ അവിടെ ഇരുന്ന ആളുകൾ അന്തം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി. ഇതൊരു പുതിയ പ്രബോധനമാണല്ലോ.
ഇതൊരു പുതിയ വാർത്തയാണല്ലോ, ഇത് ഇന്നേ വരെ നമ്മൾ കേട്ടിട്ടില്ലല്ലോ, ഇത് ആശ്ചര്യമായിരിക്കുന്നല്ലോ. അങ്ങനെയാണ് സദ്വാർത്ത എന്ന പേര് ഉണ്ടായത്, സുസമാചാർ എന്നുണ്ടായത്.